പാച്ചൊരു ഹായ് പറയാമോ? പാച്ചു പാച്ചു ഇതാ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് എന്ന് പറ. ഹായ് ഹലോ എന്ന് പറ. ഹായ് ഡിയേഴ്സ്, വെൽക്കം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നാളെ കുറച്ച് പഴയ വീഡിയോ ആണ്. കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോസൊന്നും ഇപ്പം ഇടാറില്ലായിരുന്നു പ്രോപ്പറായിട്ട്. അപ്പം ഇനി മാക്സിമം എല്ലാ വീക്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇത് ഞാൻ നാട്ടിൽ പോയ ടൈമിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അമ്മ വീട്ടിലും വെല്ലിച്ചിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ആ പോകുന്നതിന് മുമ്പ് ആ ടൈമിലെടുത്ത വീഡിയോ ആണിത്. കുറേ നാളായി ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായിരുന്നു, വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ അമ്മയും ഞാനും പാച്ചും കൂടെ പോയത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പം അമ്മയുടെ വീടും വെല്ലിച്ചൻ്റെ വീടും അച്ഛൻ്റെ ചേട്ടൻ്റെ വീടും അമ്മയുടെ അനിയത്തിയും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് പോകുമ്പോൾ എല്ലായിടത്തും പോയിട്ടാണ് വരാറ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് റോഡ് സൈഡ് തന്നെയാണ് അമ്മയുടെ അനിയത്തിയുടെ വീട്. അപ്പം ആദ്യം ചെല്ലുന്ന അങ്ങോട്ടായതുകൊണ്ട് അവിടെ കയറി പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു, ഒക്കെ വാങ്ങി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ അവരൊരു ചെറിയൊരു സ്റ്റേഷനറി ഷോപ്പൊക്കെ ഉണ്ട്, ആ ഷോപ്പാണത്. പിന്നെ അവിടെ വീട്ടിൽ അകത്തൊന്നും വീഡിയോ എടുക്കാൻ വന്നില്ല. എല്ലാവരും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കേസ് വിട്ടുപോയിരുന്നു. ഇനി ഇറങ്ങുന്ന ടൈമിലാണ് വീഡിയോ എടുത്തത്. ഇവിടെ ഫിഷ് പോട്ടൊക്കെ ഉണ്ട്, അപ്പം കുറച്ച് ഫിഷിനെയൊക്കെ കണ്ട് പാച്ചു അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. പശുവിനെ കണ്ട് അതിൻ്റെ പുറകെ പോലും പരിപാടിയൊക്കെ ആയിട്ട് കുറേ നേരം നടന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ അമ്മ വീട്ടിലോട്ട്, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അമ്മ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മാവൻ്റെ പിള്ളേരുണ്ടായിരുന്നു. ഒരാളില്ലായിരുന്നു, നടുക്കത്തെ ആളില്ലായിരുന്നു, കിങ്ങിണി ഇല്ലായിരുന്നു. അവളെ നിങ്ങൾ വീഡിയോയിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല. കാർട്ടൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവൾ ഒരുപാട് വീഡിയോസിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അവൾ വൈറ്റിലയിലാണ് പഠിക്കുന്നത്. അപ്പം വെക്കേഷൻ്റെ ഇടയ്ക്ക് അവധിയുള്ള ദിവസങ്ങളൊക്കെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരുടെയും കൂടെ കുറേ നേരം അതിലെ കളിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇത് അവൾമാരുടെ റൂമാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അവരെ ചെന്ന് പുതിയ കളക്ഷൻസ് എങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കുക സ്ഥിരം പരിപാടിയാണ്. അത് വളയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ ഷെൽഫിൽ വെച്ചിരുന്ന 2 ടോയ്സാണ്. അത് അവരെടുത്ത് എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ അത് അവൻ എടുത്തുകൊണ്ട് വരും. ഇപ്രാവശ്യം പോകുന്നപ്പോൾ അത് കൂട്ടി 2 എടുത്തുകൊണ്ടാട്ടോ അവൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും എടുക്കുമെങ്കിലും തിരിച്ച് ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ അവനത് വെച്ചിട്ട് വരും. ഇത്തവണ 2 എടുത്തു, ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മീൻകുളത്തിൽ മീനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സിലോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിച്ച് വറക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങളെല്ലാം കൂടി. ഇതിനു മുമ്പ് അവരിടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ വീഡിയോസ് ഇടും, മീൻ വറക്കുന്നതിൻ്റെ മീൻ പിടിച്ചതിൻ്റെ ഒക്കെ പറഞ്ഞ് വീഡിയോസ്. അനിയും ചെല്ലുമ്പോഴാണെങ്കിലും അവൻ്റെയൊക്കെ മീൻ പിടിച്ച് വറക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ മീനൊക്കെ പിടിച്ച് വറുത്ത് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ. ഇതാണ് കേട്ടോ അനിയൻ അപ്പും. കാർത്തിക് അവൻ്റെ ശരിക്കുള്ള പേര്. അവൻ വെള്ളത്തിലിറങ്ങി. ആദ്യം മേളൊന്ന് പിടിക്കാമെന്ന് പറഞ്ഞിരുന്ന, പിന്നെ അവൻ കുളിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പിടിക്കാമെന്നും പറഞ്ഞത്. അപ്പം പെട്ടെന്ന് പിടിച്ചെടുക്കാമെന്നും പറഞ്ഞ് അവൻ അങ്ങനെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് ഉണ്ടായിരുന്നുണ്ടോ. ഞാൻ ഇത്രയും മീനുണ്ടെന്ന് കരുതിയില്ല. എപ്പം പിടിച്ച് പൊക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മീൻ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ മീനിനെയൊക്കെ വിട്ടിട്ട് നിങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള മീനിനെ നോക്കിയിട്ടാണ് അവൻ പിടിച്ചത്. അവിടെ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ അതിനെ ഞങ്ങൾ തിരിച്ച് ഇടുകയൊക്കെ ചെയ്തു. കുറേ ടൈം അങ്ങനെ അവിടെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന്. നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ. ഉച്ച സമയമായിരുന്നു, ഏകദേശം ഒരു 11:30-12 ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്, മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. സൈഡിൽ പേരയുടെ ചുവട്ടിൽ നിന്ന് തണലത്ത് പാച്ചുവിനെ നിർത്തിയിട്ടാണ് ഇറങ്ങിയത്. അവൻ വെയിലത്തിറങ്ങി നിന്ന് മീനൊക്കെ പിടിച്ച് പാച്ചുവിനെ മീനെ തൊടാൻ വേണ്ടി പറഞ്ഞിട്ട് എന്ത് ചെയ്താന്ന് അറിയില്ല, പേടിയായിരുന്നു. അടുത്തേക്ക് എടുക്കത്തില്ല. എങ്കിലും മീനെന്നും പറഞ്ഞ് കുറേ നേരം അതിൻ്റെ അടുത്ത് നോക്കുകയൊക്കെ ചെയ്യും, പക്ഷെ തൊടാൻ പേടിയാണ്. ഈ എടുക്കുന്ന മീനിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനാട്ടോ പറഞ്ഞത് അത് മീനിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് കുളത്തിലേക്ക് തന്നെയുണ്ട്. പിന്നെ അതിൽ കൂട്ടത്തിൽ ചെറിയ മീനുകളുണ്ടായിരുന്നു. അപ്പം വേറെ വീടിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു കുളം കൂടിയുണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ടിടാമെന്നും പറഞ്ഞ് കുറച്ച് കുഞ്ഞു മീനിനെയും കൂടി പിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് പിടിക്കലും ക്ലീനിങ്ങും എല്ലാം ചെയ്ത് അപ്പുവാണ് എല്ലാം സെറ്റാക്കി തന്നത്. അവളുണ്ടായിരുന്നു കേട്ടോ കാർത്തു. ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും അവൻ മീനെ പിടിച്ച് ക്ലീനാക്കിയൊക്കെ സെറ്റാക്കി തന്നു. അവളാണ് കുക്ക് ചെയ്തത്. ഞാനൊന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവളുടെ കൂടെ എല്ലാത്തിനും നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിരുന്നു അമ്മ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പലപ്പോഴും നാട്ടിൽ വന്നു കഴിയുമ്പോൾ ടൈം കിട്ടാറില്ല. ജസ്റ്റ് പോയി കണ്ടു ഇങ്ങ് പോരുന്നു, ആ ഒരു ടൈമേ കിട്ടാറുള്ളൂ. പിന്നെ ചെന്ന് കുറേ നേരം നിന്ന് എല്ലാവരും ആയിട്ട് ഒരുമിച്ച്. എല്ലാവരും ഇല്ലായിരുന്നു ഇപ്രാവശ്യം. ഇവർ 2 പേരും ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ അമ്മാവനുണ്ടായിരുന്നു. അമ്മായി ഓൾറെഡി നാട്ടിലില്ല, ആൾ ഇസ്രയേലിലാണ്. ആൻറ്റി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ടൈമിലാണ് പോയത്. അവിടെ ചെന്ന് കാണും, അന്നേരം എല്ലാവരെയും തന്നെ കാണുകയൊക്കെ ചെയ്തു കേട്ടോ.
പിന്നെ മീനെയൊക്കെ പിടിച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്തു. ആ ടൈമിൽ ആൻറ്റി വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ കോളിൽ എല്ലാവരെയും കണ്ട് കിങ്ങിണീനെ കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ മൂവാറ്റുപുഴ വെച്ചിട്ട് അവളെ കണ്ടു കേട്ടോ. അവനിപ്പോൾ സ്ഥിരം മീൻ പിടിച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കുന്നത് അപ്പം ആയതുകൊണ്ട് അവൻ അതിൽ നല്ല ഫാസ്റ്റായിട്ടെല്ലാം ചെയ്യും കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ എല്ലാത്തിനെയും കൊന്ന് ഇതിപ്പോൾ തന്നെ നല്ല ജീവനുണ്ടൊക്കെ ആയതുകൊണ്ടല്ലേ ഇത് ചത്ത് കിട്ടാൻ നല്ല ടൈം എടുക്കും. അതിൽ കുറച്ച് കുഞ്ഞു മീനുണ്ടായിരുന്നല്ലോ, അതിനെ കൊണ്ടിടാൻ വേണ്ടി ഞാനും പാച്ചും കാർത്തും കൂടെ ആണെങ്കിൽ മേളിലെ കുളത്തിൽ വന്നു. അവിടെ ഒരു ആമ്പലിൻ്റെ തൈയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീനിനൊക്കെ കൊണ്ടിട്ട് ഒരു 4-5 കുഞ്ഞു മീനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവിടെ കൊണ്ടിട്ടു. അതാകുമ്പോൾ 2 കുളത്തിൽ അത്യാവശ്യം മീനൊക്കെ ആവുമല്ലോ, അതുകൊണ്ട് അവിടെ കൊണ്ടിട്ടു. അതിൻ്റെ ഉള്ളിൽ എന്തോ പായലൊക്കെ ഉണ്ട്, കുറച്ച് പായലൊക്കെ പിടിച്ച് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആമ്പൽ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. അതിനകത്ത് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കഴിഞ്ഞിടയ്ക്ക് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആകാശം കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. പിന്നെ ഇത് നമ്മുടെ പറമ്പാണ്. പറമ്പിൽ വാഴയും ഏലവും അങ്ങനെ ഒരുപാതിരിപ്പെട്ട ജാതിയും അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അമ്മാവൻ കൃഷിയുടെ മെയിനാണ്. നേരത്തെ പശു ഫാമായിരുന്നു. പിന്നെ ഇപ്പം ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആയി കഴിഞ്ഞപ്പം പശുവിനൊക്കെ കൊടുത്ത് കൃഷിയാണ് കംപ്ലീറ്റ്. പിന്നെ അവൾ ചാമ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ചാമ്പങ്ങയൊക്കെ പറിച്ച് പാച്ചുവിന് കൊടുത്തു. പാച്ചു ഫസ്റ്റ് ടൈം കേട്ടോ ചാമ്പങ്ങ കഴിക്കുന്നത്. ശരിക്കും പഴുത്തിട്ടില്ലായിരുന്നു. നേരത്തെ പഴുത്ത് എല്ലാം തീർന്നതാണ്. പിന്നെ ബാലൻസ് കുറച്ചും കൂടി ഇരുന്നത് പഴുക്കാത്തുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് മീനൊക്കെ അപ്പോഴത്തേക്ക് അവൻ സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും എല്ലാം ചേർത്ത് മസാലയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വറുത്തത്. ഈ നിൽക്കുന്നതാണ് അമ്മയുടെ അമ്മ കേട്ടോ. പാച്ചു പിന്നെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കില്ല. അടുക്കളയിൽ നടക്കുന്നു, റൂമിൽ കൂടെ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇത് പാച്ചു അവളുടെ ഇത് ഹലുവ മേടിച്ച് കഴിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മസാല എടുക്കുന്നതിൻ്റെ ഇടയിൽ വേറെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആ വീഡിയോ എടുത്തു വെച്ചത് അപ്പമാണ് വീഡിയോ എടുത്ത്. എല്ലാവരും ഉണ്ടായിരുന്നു കിച്ചണിൽ. ഇങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഒട്ടുമിക്ക ടൈമിലും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും, എന്തെങ്കിലും ഉണ്ടാക്കും, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം പിന്നെ എല്ലാവരും പല വഴിക്ക് പഠിക്കാനും കല്യാണം കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞത്. എങ്കിലും മാക്സിമം കൂടുമ്പോൾ എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മാവൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. വീഡിയോ എടുത്ത ടൈമിലൊന്നും അവിടെ ഇല്ലായിരുന്നു. അന്നേരം പറമ്പിൽ ഇറങ്ങിപ്പോയതായിരുന്നു എന്തോ ആവശ്യത്തിന്. ഇത് കാർത്തൂൻ്റെ കലാവിരുതുകളാണ്, ബോട്ടിൽ ആർട്ട്. ഇതാണ് എൻ്റെ ഒരേ ഒരു അമ്മാവനും അമ്മായി. പിന്നെ അപ്പവും അവനും കൂടെ കളിക്ക് വരുന്നുണ്ട്. അത് അപ്പവും എവിടെയോ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച വണ്ടിയാണത്. അതെടുത്ത് വെച്ച് കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാച്ചുവിന് എന്നിങ്ങനെ അധികം ഇവിടെ നാളത്താണേലും വീട്ടിൽ അവൻ എപ്പോഴും അടച്ചുകൂട്ടിയിരിക്കലും പിന്നെ കളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഓപ്പോസിറ്റ് വീട്ടിലെ പിള്ളേരുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ, അങ്ങനെ കളിക്കാനില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂടെ പിന്നെ തകർത്ത് വരിക്കണം. ചില സമയം മൂഡ് ശരിയല്ലെങ്കിൽ പിന്നെ നോക്കണ്ട, കിട്ടത്തില്ല. ചുമ്മാ വഴക്കായിരിക്കും അവൻ എപ്പോഴും. ഓക്കെ ആയിട്ട് അവൻ ഉറക്കമില്ല, വിശപ്പുമില്ല, അങ്ങനെ വലിയ സീനൊന്നുമില്ല. അവൻ ഓക്കെ ആയിട്ട് എല്ലാവരുടെയും കൂടെ മര്യാദയ്ക്ക് ഇരുന്നോളും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻ വറുക്കാൻ പോയത് അപ്പോഴാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞാണ് ഞങ്ങളെടുത്ത് വറുത്തത്. ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കട്ടെ നിർത്ത്. തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതുകൊണ്ട് നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറുത്തത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീനിന് ഫ്രഷായിട്ട് എടുത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം വൈകുന്നേരമായിരുന്നു ഒന്ന് ഇറങ്ങിപ്പോയപ്പോൾ, വീട്ടിൽ പോയപ്പോൾ സന്ധ്യയായി. ഒരു 6 മണി 5:30 ആ ഒരു ടൈമൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ മുറ്റത്തോടെയൊക്കെ നടന്ന്. ഇതൊക്കെ തക്കാളിക്കാണ്. ഇതൊക്കെ അവളെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ മീൻ വറുക്കുന്നത് ഇലയിലിട്ട് കുറച്ച് വീഡിയോ എടുക്കുമല്ലേ എന്നോർത്ത് കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇലയിലൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ അവളാണെങ്കിൽ കുറച്ച് മാങ്ങ അച്ചാർ, ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാർ ഇട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അച്ചാറിടാൻ നോക്കുവാണ് അവൾ. അവൾ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എല്ലാം തന്നെ കുക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ അവിടെ ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നുള്ളൂ. ഒരു 5-6 പൂച്ചകളുണ്ടെന്ന് തോന്നുന്നു. അച്ഛന് പൂച്ചേനെ കണ്ടപ്പം അതിൻ്റെ പുറകെ കുറേ നേരം നടന്നു. അത് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. അന്നേരം ഓരോന്ന് മാറി ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ അച്ഛൻ കുറേ നേരം അതിൻ്റെ പുറകെ നടന്നു. പിന്നെ ഇവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി, ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വെളിച്ചെണ്ണ എടുത്ത്. അവിടെ ഇത് ചേച്ചിയുടെ പിള്ളേരാണ് കേട്ടോ. കുഞ്ഞും കുട്ടും അവന്മാരുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചാണ്, അവനാണ് പാച്ചുവിനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പം അവരും ഉണ്ടായിരുന്നു. അപ്പം കുറേ നേരം അവരുടെ കൂടെ കളിച്ച്
ലേറ്റായിട്ട് പോയില്ല. അവന്മാർ വരണം എന്ന് പറഞ്ഞൊക്കെ ഇരുന്നതാണ്. പിന്നെ ആരും അവന്മാർ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വരാമെന്നും പറഞ്ഞ് വന്നില്ല. അവന്മാർക്ക് ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ രസമാണല്ലോ. പാച്ചു ചേട്ടന്മാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കുറേ നേരം അവരുടെ കൂടെ കളിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നടന്നു. പാച്ചുവിന് അവരെ എടുക്കണം, ചേട്ടന്മാരെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവന്മാരെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കും. കുഞ്ഞുവിനെ കൊണ്ട് കുറേ നേരത്ത് കുഞ്ഞുവിനെ അങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അവൻ പിടിക്കാൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും അമ്മയും പാച്ചും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം വെയിലും ഇല്ല മഴയില്ല, അങ്ങനൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. ഇനി നാട്ടിൽ പോകുമ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു, ബൈ.